ഒടുവിൽ ഹൈക്കമാൻഡ് കെ സുധാകരന് മുമ്പിൽ മുട്ടുമടക്കി. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകും. എന്തു വന്നാലും മത്സരിക്കുമെന്ന കടുംപിടുത്തമായിരുന്നു സുധാകരന്. വേണ്ടി വന്നാൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി BJP പിന്തുണയോടെ മത്സരിക്കാനുമുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. നീക്കങ്ങൾക്ക് വേഗതയേറിയപ്പോൾ AK ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അവസാന കരുനീക്കങ്ങൾ ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. MP-മാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ സുധാകരന് മാത്രം ഇളവ് നൽകുമെന്നാണ് വിവരം. സീറ്റ് ലഭിക്കുമെന്ന് സുധാകര പക്ഷത്തിന് അറിയിപ്പ് കിട്ടി. നേരത്തെ സീറ്റ് വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതോടെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെക്കാൻ സുധാകരൻ തീരുമാനിച്ചിരുന്നത്. ലോക്സഭയിൽ കോൺഗ്രസ് MP-മാരുടെ എണ്ണം കുറയുന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇന്ന് പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിന്നു. അതിനു പിന്നാലെ കണ്ണൂരിൽ മുൻ മേയർ TO മോഹനൻ സ്ഥാനാർത്ഥിയായേക്കുമെന്നും വാർത്ത വന്നു. ഇതോടെ രാഷ്ട്രീയ രംഗം കൂടുതൽ അനിശ്ചിതത്വത്തിലായി. തുടർന്നാണ് ആന്റണിയും രമേശ് ചെന്നിത്തലയും ഇടപെട്ടത്. രണ്ടാം ഘട്ടം ലിസ്റ്റിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക് ജനശബ്ദം.